ഇവിടെ പത്മജ വേണുഗോപാലിനെ കൊണ്ടുവന്നത് ലോക്നാഥ് ബെഹ്റയാണ് എന്ന് പറഞ്ഞു. അതിന് തെളിവില്ല. അതിന് അടുത്ത ദിവസം അത് പൊട്ടിപ്പോയതോടുകൂടി അടുത്ത ആരോപണമായിട്ട് ഇറങ്ങുന്നു. അതിനും തെളിവില്ല. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവിന് എന്തിന് മറുപടി എന്ന കെ അനിൽകുമാറിന്റെ ആദ്യ ആരോപണത്തിന് മറുപടി ശ്രീലക്കര. അല്ല, അദ്ദേഹം പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് വളരെ മോശമായ രീതിയിലാണ് അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ ഉപയോഗിച്ചത്. ആഷ്മിയെക്കുറിച്ചും അതിനേക്കാളൊക്കെ മോശമായ രീതിയിലാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ചർച്ച തുടങ്ങിയപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി ഇലയിൽ ചവിട്ടി വഴക്കുണ്ടാക്കാൻ വന്ന ഒരു സഖാവിന്റെ വാക്കുകൾ അതിനേക്കാൾ വിട്ട് ഞാൻ കാണുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള അവരുടെ വർഗീയ മൂവ്മെന്റിനെതിരായിട്ടുള്ള വിധേയത്താണ്. അതിനാണ് ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത്. ആ മുന്നണിക്കകത്ത് ഇവർ ഇല്ല എന്നുള്ളത് രാഹുൽ ഗാന്ധിയുടെ ന്യായയാത്രയുടെ സമാപനത്തിൽ ഇവർ പങ്കെടുക്കുന്നില്ല എന്നുള്ളത് കൃത്യമാണ്. എന്താണ് ഇവർ ലയനം എന്നുള്ളത്? ഇതിനകത്ത് ഫോക്കസ് ശ്രീ ഇ.പി. ജയരാജൻ തന്നെയാണ്. ഇന്നത്തെ ഫോക്കസ് ആര് മാറ്റിയാലും മറിച്ചാലും ഞാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ചർച്ച ചെയ്യാനിരിക്കുന്നത്. പക്ഷേ നമ്മൾക്കിപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അങ്ങനെ പടർപ്പിൽ ചർച്ച ചെയ്യാൻ പറ്റുമോ? ഇന്നുണ്ടായ ഡെവലപ്മെന്റ് എന്താണ്? ഇ.പി. ജയരാജന്റെ വാർത്താ സമ്മേളനം, അതിന് വി.ഡി. സതീശന്റെ മറുപടി. അതിന് വി.ഡി. സതീശൻ പറയുന്നു എന്താണ് ഇവിടെയുള്ളത് അന്തർധാര മാത്രമല്ല, അതൊരു ബിസിനസ് ബന്ധത്തിലേക്ക് വളർന്നു എന്ന് പറഞ്ഞ് ഗുരുതര ആരോപണമാണ്. പറയുന്നത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്. അതിന് അടിസ്ഥാനം എന്താണ് എന്ന് ചോദ്യം ഉന്നയിക്കണ്ടേ? അത് രാഷ്ട്രീയമല്ലേ അല്ലക്കര? അതാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയായ ഒരു വിഷയം എന്ന് പറയുന്നത് ഇ.പി. ജയരാജന് CPM കേന്ദ്ര കമ്മിറ്റി അംഗവും LDF കൺവീനറുമായി ഇ.പി. ജയരാജന് BJPയുമായുള്ള രഹസ്യ ബന്ധത്തെക്കുറിച്ച് തന്നെയാണ്. ഒരു തർക്കവും ഈ കാര്യത്തിലില്ല. അദ്ദേഹം ഇന്ന് പറഞ്ഞ പല പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ ഇതിലേക്ക് കടന്നു വരാം. ഇ.പി. ജയരാജൻ എന്താണ് പറഞ്ഞത്? BJPയുടെ സ്ഥാനാർത്ഥികൾ മികച്ച സ്ഥാനാർത്ഥികളാണെന്ന് പറഞ്ഞു. അതിനാൽ അദ്ദേഹത്തിന് വ്യക്തിപരമായ കടപ്പാടുണ്ട് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരുമായി അദ്ദേഹത്തിന് വ്യക്തിപരമായ കടപ്പാടുണ്ട്. പിന്നെ അദ്ദേഹം ഇന്ന് മറ്റൊരു കാര്യം പറഞ്ഞു. 24 ചാനൽ തനിക്കെതിരായി കഥകൾ പടച്ചുവിടുകയാണ് എന്ന് പറഞ്ഞു. 24 ചാനലിനെതിരായി അദ്ദേഹം DGPക്ക് പരാതി കൊടുത്തു എന്ന് വരെ പറഞ്ഞു. അങ്ങനെ നിരവധി വിഷയങ്ങൾ അദ്ദേഹം പറയുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ വിക്ടിമും ബെനിഫിഷ്യറിയും ഇ.പി. ജയരാജനാണ്. ജയരാജനെ മാത്രമാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നൊരു വിഷയം ജയരാജനെയാണ്. അതുകൊണ്ടാണ് ജയരാജൻ BJPക്ക് വേണ്ടിയുള്ള സ്റ്റേറ്റ്മെന്റുകൾ നടത്തുന്നത്. അതിന് ഉപോത്ബലമായിട്ടല്ലേ ഇന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞത് വടകരയിലെയും തൃശ്ശൂരിലെയും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഞങ്ങൾ പരാജയപ്പെടുത്തും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഈ രണ്ട് കോൺസ്റ്റിറ്റ്യുവൻസികൾ എടുത്തുകൊണ്ട് കൃത്യമായി സുരേന്ദ്രൻ പറയുന്ന വാക്കുകൾ വെച്ച് നോക്കുമ്പോൾ, ഇ.പി. ജയരാജൻ പറയുന്ന വാക്കുകൾ വെച്ച് നോക്കുമ്പോൾ, ഇന്നത്തെ ജയരാജന്റെ പത്രസമ്മേളനം എടുത്ത് നോക്കുമ്പോൾ എന്താണ്? അദ്ദേഹം കൃത്യമായി പറഞ്ഞല്ലോ, 24 ചാനലിലാണ് ഈ ചർച്ചയിൽ നമ്മൾ ഇരിക്കുന്നത്. 24 ചാനൽ ഈ പറഞ്ഞതുപോലെ UDF അനുകൂല ചാനലാണ് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്ന ചാനൽ ഒരു നിഷ്പക്ഷ ചാനലാണ് എന്ന് തന്നെയാണ് എനിക്കറിയാം. ശ്രീകണ്ഠൻ നായരെ കുറിച്ച് വളരെ മോശമായിട്ട് അദ്ദേഹം പറഞ്ഞത്. കേരള കോളേജിലെ അധ്യാപകനായ ശ്രീകണ്ഠൻ നായരെ അതിന്റെ വഴിയെ നേരിടാം. എന്താണ് പണം വാങ്ങി വാർത്ത ആരോപണം പറയുന്നത്? നിൽക്കണ്ട. എന്റെ സഹപ്രവർത്തകരൊക്കെ പണം വാങ്ങി വാർത്ത എന്നൊക്കെയാണ് മൈക്ക് വെച്ചിട്ട് പ്രസംഗം. പോട്ടെ, നമുക്ക് അതിൽ നിൽക്കണ്ട. അത് വ്യവഹാര വഴി നോക്കാതെ അല്ല, ഞാൻ ഒറ്റ പോയിന്റ് ചോദിക്കട്ടെ. ഇ.പി. ജയരാജൻ മുൻ പിന്നെ കേരളത്തിന്റെ വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്നു. രാജിവെച്ച് പോയി. പിന്നീട് അദ്ദേഹം വന്നു. CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ഈ ഗവൺമെന്റിന്റെ കഴിഞ്ഞ പിണറായി വിജയൻ ഗവൺമെന്റിലെ പ്രധാനപ്പെട്ട മന്ത്രിമാരെ എല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിപ്പിക്കുന്നുണ്ട്. ശ്രീ തോമസ് ഐസക് ആണെങ്കിലും സുനിൽ കുമാർ ആണെങ്കിലും ശൈലജ ടീച്ചർ ആണെങ്കിലും ഇപ്പോഴത്തെ മന്ത്രി കെ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അവർ മത്സരിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇ.പി. ജയരാജന് മത്സരിക്കാൻ പറ്റാതെ പോയത്? ആ സാഹചര്യമൊക്കെ നമ്മൾ ചർച്ച ചെയ്യണം. ഇന്ന് ഇ.പി. ജയരാജൻ പറഞ്ഞത് എന്താണ്? 24 ചാനലിനെതിരായി ഞാൻ DGPക്ക് പരാതി കൊടുത്തു എന്ന് അദ്ദേഹം പറയുകയാണ്. എൻ്റെ കയ്യിൽ ഒരു വിവരാവകാശ രേഖയാണ് ഇരിക്കുന്നത്. ഈ രേഖ ഞാനിപ്പോൾ ആഷ്മിക്ക് ഞാൻ അയച്ചു തരാം. ആഷ്മി അതൊന്ന് വായിക്കണം. ഈ രേഖയ്ക്കകത്ത് കൃത്യമായി ഞങ്ങൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഞങ്ങളെന്ന് പറയുന്നത് കേരളത്തിന്റെ പൊതുജനം ചോദിച്ച ഒരു ചോദ്യമാണ്. ഇത് പബ്ലിക് ഡൊമൈനിൽ ഇരിക്കുന്ന ഒരു രേഖയാണ്. ഈ രേഖയിൽ ഞങ്ങൾ ചോദിച്ചത് ഇ.പി. ജയരാജനും മകൻ ജെയ്സനും ഇതുമായി ബന്ധപ്പെട്ട് 24 ചാനലിനെതിരായി എന്ത് പരാതിയാണ് കൊടുത്തത്, ആ പരാതിയുടെ പകർപ്പ് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ വിവരാവകാശ രേഖയാണ്, പൊതുജനം കൊടുത്ത രേഖയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതാണ് പരാതി, വിവരാവകാശ പരാതി. ഈ വിവരാവകാശ പരാതിയുടെ മറുപടിയാണ് ഇതിനകത്തുള്ളത്. ഇതിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, DGPയുടെ ഓഫീസിൽ നിന്നും വിവരാവകാശ നിയമം അനുസരിച്ച് ലഭിച്ച വിഷയത്തിൽ പറയുന്നു, ഈ കാര്യത്തിലെ വിഷയങ്ങളിൽ ബന്ധപ്പെട്ട സെക്ഷനിൽ നിന്നും അപേക്ഷയിൽ പരാമർശിച്ച വിവരങ്ങൾ സംബന്ധിച്ച പരാതി ലഭ്യമായിട്ടില്ല എന്നുള്ള വിവരാവകാശ രേഖയാണിത് പറയുന്നത്. എന്ന് വെച്ചാൽ ഇ.പി. ജയരാജൻ മാറി നുണ പറയുകയാണ്. മാത്രമല്ല ഇത് അദ്ദേഹം ഒരു
എന്തോ അതിന് DGP അന്വേഷണ നടപടി എന്തോ പൂർത്തിയാക്കാൻ പോകുന്നൊക്കെയാണ് നീ പറഞ്ഞത്. എനിക്ക് ആ രേഖ അറിയില്ല കേട്ടോ. എന്റെ കയ്യിലുള്ള രേഖയാണ് രേഖ. അങ്ങനെ ഒരു പരാതി അവിടെ ഇല്ല. ഞാൻ ചലഞ്ച് ചെയ്യാൻ അങ്ങനെ ഒരു പരാതി ഇ പി ജയരാജൻ കൊടുത്തിട്ടില്ല. ഇനി കൊടുത്തു എന്ന് പറഞ്ഞാൽ DGP നൽകിയ ഉത്തരവ് അല്ലെങ്കിൽ മറുപടി അത് കളവാൻ നമ്മൾ ആരെയാണ് വിശ്വസിക്കേണ്ടത്? ഭരണഘടനാ അടിസ്ഥാനത്തിൽ സ്ഥാപിച്ച വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ മറുപടി നൽകിയ DGPയുടെ ഓഫീസിനെയോ അതല്ലെങ്കിൽ ഇ പി ജയരാജനെയാണോ വിശ്വസിക്കേണ്ടത്? ഇ പി ജയരാജൻ ഒരു കാര്യം മനസ്സിലാക്കണം. താങ്കൾ പറയുന്നതൊക്കെ പാവപ്പെട്ട ശ്രീ അനിൽകുമാറിനെ പോലുള്ള സഖാക്കൾ വിശ്വസിക്കുമായിരിക്കും. ഇന്ന് കേരളവും രാജ്യവും സാങ്കേതികമായി ഒരുപാട് മാറി, രാജ്യത്തെ നിയമങ്ങൾ മാറി, എല്ലാ വിഷയങ്ങളും അറിയാനുള്ള അവകാശം രാജ്യത്ത് നിൽക്കുമ്പോൾ താങ്കൾ പറഞ്ഞ കള്ളങ്ങൾ ഓരോന്നോരോന്നായി പൊളിയുകയാണ്. നമുക്കറിയാലോ ഈ പറയുന്ന റിസോർട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ താങ്കളുടെ പേരിലായിരിക്കില്ല ഉടമസ്ഥാവകാശം, മകന്റെയും ഷെയർ ഹോൾഡേഴ്സിന്റെയും ഒക്കെ ആയിരിക്കാം. പക്ഷെ താങ്കൾ പറഞ്ഞെന്താണ്? തന്റെ ഭാര്യയുടെ പെൻഷൻ വിഹിതം ഉപയോഗിച്ചുകൊണ്ടാണ്. ഞാനൊരു കാര്യം വ്യക്തമായി പറയാം ഹാഷ്മി, എന്റെ ഭാര്യയുടെ സ്വത്ത് എന്ന് പറയുന്നത് അനിലക്കരയുടെ സ്വത്താണ്. ഒരു തർക്കവും ആ കാര്യത്തിൽ സംശയം ഉണ്ടാകുമ്പോൾ താങ്കൾ പറയുന്ന സാങ്കേതിക മനസ്സിലാവുന്ന ഒരു കാര്യം ഇന്ന് വാർത്താ സമ്മേളനം നടത്തണം. പക്ഷെ നമ്മുടെ വിഷയം അല്ല എന്ന് പറഞ്ഞാൽ താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അത് വ്യവഹാര വഴിയാണ്. വ്യവഹാര വഴിയിൽ ഈ പറയുന്ന അസത്യ പ്രസ്താവന നടത്തി ഇ പിക്കെതിരെ നിയമ നടപടി സ്വീകരിച്ച് 24 തീരുമാനിക്കുന്നത് അതിന്റെ വഴിക്ക് പോട്ടെ. എന്റെ പ്രശ്നം അതല്ല, എന്റെ പ്രശ്നം രാഷ്ട്രീയമാണ്. ഇന്ന് നിങ്ങൾ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുകയാണ്. പ്രതിപക്ഷ നേതാവ് പറയുന്നു ഇത് അന്തർധാര എന്നതിൽ നിന്ന് മാറി കച്ചവടത്തിലേക്ക് പോകുന്നു പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു വശത്ത് BJPയെ മുൻനിർത്തി മുസ്ലിം വോട്ട് ധ്രുവീകരണം CPM ലക്ഷ്യമിട്ടാൽ അതേ ലക്ഷ്യമല്ല നിങ്ങൾക്കും ഇപ്പുറത്ത് CPM-ന് BJP ബാന്ധവം എന്ന് പറയുന്നതിലൂടെ വേറെ ടൈപ്പ് ധ്രുവീകരണം നിങ്ങൾ ലക്ഷ്യമിടുകയല്ലേ അക്കര? ഞാൻ പറഞ്ഞു വരുന്നത് അതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇ പി ജയരാജൻ വളരെ കൃത്യമായി ഒരു ഷേഡോ ആയി, ഞാൻ എന്റെ വാക്കുകൾ ശ്രദ്ധിക്കണം, ഇ പി ജയരാജൻ ഷേഡോ ആയി വരയ്ക്കുന്ന ഒരു BJP-കാരനാണ്. ഒരു തർക്കവും ആ കാര്യത്തിലില്ല. പിന്നെ ഇവർ നടത്തിയ വിഷയങ്ങൾ ഞാൻ പറയാമല്ലോ. ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ CBI അന്വേഷണത്തിനായുള്ള പെറ്റീഷൻ അവിടെ നിൽക്കുകയാണ്. ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട പെറ്റീഷൻ അവിടെ നിൽക്കുകയാണ്. 2023 ആഗസ്റ്റ് മാസം 25-ാം തീയതി AC മൊയ്തീന്റെ വീട്ടിൽ റെയ്ഡ് നടത്തി 43 ലക്ഷം രൂപയുടെ രേഖകളെടുത്തു, താൽക്കാലികമായി മരവിച്ചു. അഡ്വക്കേറ്റ് അതോറിറ്റി അത് സ്ഥിരപ്പെടുത്തി. എന്നിട്ട് പോലും ഇ പി ജയരാജനെ നമ്മുടെ AC മൊയ്തീനെ പ്രതിയാക്കിയില്ല. തെളിവുകൾ കിട്ടി, അദ്ദേഹത്തിന്റെ സ്വത്തുകൾ കണ്ടുകെട്ടി, പ്രതിയാക്കിയില്ല. അരവിന്ദാക്ഷൻ എന്ന് പറയുന്ന CPM-ന്റെ നേതാവും നഗരസഭാ കൗൺസിലറുമായ അരവിന്ദാക്ഷൻ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്തുണ്ടായി? യാതൊരു നടപടിയും അരവിന്ദാക്ഷനെതിരായി എടുത്തില്ല എന്ന് മാത്രമല്ല അരവിന്ദാക്ഷൻ ആരോപിച്ച ആളുകൾക്കെതിരെ പോലും എടുത്തില്ല. എന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ CPM BJP ബാന്ധവം കൃത്യമാണ്. ഞങ്ങൾ പൊതുസംവാദം നടത്തി തെളിയിക്കാൻ ആവശ്യമായ മുഴുവൻ രേഖകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അല്ലെങ്കിൽ പറയട്ടെ, മാസപ്പടി വിവാദം എന്താണ് അതിന്റെ സ്ഥിതി? ഒരു FIR പോലും ഇവർക്കെതിരായി ഇടാൻ ഈ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ലല്ലോ. കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല, സംസ്ഥാന ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല. കൃത്യമായ അന്വേഷണങ്ങൾ നടക്കുന്നു. ഈ അന്വേഷണങ്ങൾ ഒന്നും നടക്കാൻ പോകുന്നില്ല. വീണ വിജയനെതിരായി ഞാൻ BJP-യുടെ പ്രതിനിധി ഇവിടെ ഇരിക്കുകയാണ്. വീണ വിജയനെതിരായി ഘോരഘോരം പ്രസംഗിച്ച കേസിൽ വീണ FIR ഇട്ടാൽ ഒരു സ്വർണ്ണ മോതിരം ഞാൻ സമ്മാനമായി നൽകാം. അങ്ങനെ കൃത്യമാണ് BJP CPM കേരളത്തിൽ കൃത്യമാണ്. സ്വർണ്ണ മോതിരം 2 അക്കയുടെ സ്വർണ്ണം ഞാൻ